ഹായ്, വെൽക്കം ടു ഹാപ്പി ഹോം ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ഒരു സ്മോൾ അക്വേറിയം നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാമെന്നതാണ്. ഇത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ പ്രഷർ കുക്കറിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പിൽ ഹോൾസ് ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ ബൗളിൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന അതിനനുസരിച്ച് വേണം ഈ ക്യാപ്പ് സെലക്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യണം. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് ലീവ്സ്, ആർട്ടിഫിഷ്യൽ ലീവ്സ് കാര്യങ്ങളൊക്കെ ഞാനൊരു പെബിൾസിലേക്ക് ഒട്ടിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ബൗളെടുത്തിട്ട് ആ ബൗളിലേക്ക് പെബിൾസ്, കോമൺ കളറിലുള്ള പെബിൾസ് സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എടുത്ത് വയ്ക്കാം. ഇത് ഞാൻ ഇപ്പോൾ 3 സൈഡിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സൈഡിൽ വെച്ചാൽ മതിയെങ്കിൽ ഒരു സൈഡിൽ വെച്ചാലും മതി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫൈറ്റർ ഫിഷിൻ്റെ തന്നെ ഏകദേശം ഒരു മാച്ചിങ് ആയിട്ട് വരുന്ന പെബിൾസാണ് പിന്നെ യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ആ സെയിം തന്നെ വരുമ്പോൾ, അപ്പോൾ ഫൈറ്റർ ഫിഷ് ഇതിലേക്ക് വരുമ്പോൾ ഈ താഴത്തെ ഭാഗം ആ ഏകദേശം അതിനോട് സാമ്യമുള്ള കളേഴ്സ് പെബിൾസ് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. വെള്ളം നമ്മൾ നിറയ്ക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ ഓക്കെയാണ്, ഞാൻ ഫുള്ള് നിറയ്ക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ടോപ്പിൽ കവറിങ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു പകുതി നിറച്ചാൽ മതി. കാരണം ഇതിന് ഇങ്ങനെ പുറത്തേക്ക് ചാടാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ നമ്മൾ കാണാതെ എങ്ങും പോയി കഴിഞ്ഞാൽ ചത്തുപോകും. അതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫിഷിനെ ഇടാം. അപ്പോൾ ഞാൻ ഫിഷ് ഇരുന്ന സെയിം തന്നെ വെള്ളം തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചീത്തയായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഫൈറ്റർ ഫിഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫൈറ്റർ ഫിഷ് തന്നെ പ്രത്യേകിച്ച് ഒരു ഫിൽറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ക്ലീൻ ചെയ്തോളും. ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഫുഡാണെങ്കിലും എന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഈസിയാണ് ഫൈറ്റർ ഫിഷിനെ കെയർ ചെയ്യാൻ. പിന്നെ ഇനി നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ച ക്യാപ്പ് വെച്ചിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മണി പ്ലാന്റ് കൂടി സെറ്റ് ചെയ്ത്, അപ്പോൾ നമ്മുടെ അത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ മണി പ്ലാന്റിൻ്റെ ലീവ്സ് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത്. ഇപ്പോൾ നമുക്ക് മണി പ്ലാന്റും ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫിഷ് ടാങ്കുമായി അങ്ങനെ 2 in 1 പരിപാടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്കൊരാഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ രണ്ടിനും ഇത് ഓക്കെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.